വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന യാത്രയ്ക്കിടെ വിദ്യാർത്ഥികൾ RSS ഗണഗീതം ആലപിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ഗണഗീതം ആലപിച്ചതിനെ ന്യായീകരിക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് ചെയ്തത്. ഒരു വരി പോലും ഈ ഗണഗീതം ഞാൻ ഗണഗീതം പാടിയിട്ടുള്ള ആളല്ല, ഞാൻ ശാഖയിൽ പോകുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല, കോൺഗ്രസ്സുകാർ പാടുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ പാടാൻ അറിയാവുന്ന നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഇതിലെന്താണ് കുഴപ്പം? അത് തന്നെയല്ല ഒരു നല്ല മെസ്സേജാണ്. ഇതെല്ലായിടത്തും BJP-ക്കാരിനി ഇത് BJP-യുടെ സ്റ്റേജിൽ പാടുന്ന പാട്ടല്ല. എനിക്ക് BJP-ക്കാരോട് അപേക്ഷിക്കാനുള്ളത്, ഇനി എല്ലാ പരിപാടിയിലും ഇത് പാടണം. ഇതിലും കൂടുതൽ RSS-കാർ പാടുന്ന വന്ദേമാതരാണ്, അത് പാർലമെൻറ്റിൽ പാടുന്നില്ലേ? തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. ഒരു മന്ത്രി പറയുന്നു ഗണഗീതം പാടിയെന്നുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവരും പാടണമെന്ന് പറയുന്നു അദ്ദേഹം. എന്നാൽ അടുത്ത മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിച്ച് വിവരം തരാൻ പറയുന്നു. രണ്ട് മന്ത്രിമാരും രണ്ട് സ്ഥലത്താണ്. പറയും. തീർച്ചയായും സ്കേൻ, എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് ജോർജ് കുര്യന്റെ നിലപാടല്ല. എന്തായാലും ആ നിലപാട് തള്ളിക്കൊണ്ട് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. ഈ വിഷയം, അതായത് വന്ദേ ഭാരത് എക്സ്പ്രസിൽ കുട്ടികളെ കൊണ്ട് ഗണഗീതം പഠിപ്പിച്ചത് ഗൗരവത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നത്. ഇതിൽ വേഗത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നതും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഔദ്യോഗിക ചടങ്ങ് നടത്തുന്നതിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വേഗത്തിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടിയെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.